നേരത്തെ കാലത്തെ വരണേ കാമ ഞങ്ങൾ തറഞ്ഞു പോണേ കാമ കാലങ്ങൾ തറഞ്ഞു പോലെ കാമ. നാളെയാണ് പൂരം. അപ്പം നമ്മ ഇന്ന് നരമ്പൂ പറിക്കാൻ വേണ്ടിയിട്ട് പോവേന്ന്. കിട്ടുമോന്നറിയില്ല, നമുക്ക് നോക്കി നോക്കാം. നോക്കിയേ, അങ്ങനെ നമുക്ക് നരമ്പൂ കിട്ടിയിട്ടുണ്ട്. കുറേ ഉണ്ട്, പക്ഷെ മേലെയാണ്. ഇത്രയും പൂ പറിച്ചത് ആര്യമേ? ഇത്രയും പൂ പറിച്ചത് ഞാനാണ് ഗൈസ്. നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടായിട്ടോ. ലുക്കിലല്ല കാര്യം, വർക്കിലാണ്. ഇന്ന് രാത്രി കാമനെ ആക്കണം. എന്നിട്ട് കാമനെ നമ്മ നാളെ പറഞ്ഞേക്കും. രാത്രിയൊക്കെ പറഞ്ഞേക്കല്ലേ? രാത്രിയാണ് കാമനെ ആക്കേണ്ടത്. കാമനെ ആക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി ഇത് പൂ പറിക്കണ്ടേ? വാ പോട്ടെ. അമ്മേനെ കൊണ്ട് ഞാൻ വീഡിയോയിൽ വരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണ്. അപ്പം അമ്മ ഭയങ്കര ഫോർമാലിറ്റി, വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് പോട്ടെ എന്നെല്ലാം പറയുമ്പോൾ പിന്നെ ഗണപതിനെ കുളിക്കണം, പിന്നെ സരസ്വതിനെ. അപ്പം നിലവിളക്ക് കളിച്ച് വെച്ചു. അത് കാവനെ കുളിക്കുന്നുണ്ട്. കാവനെ കുളിച്ച് കഴിഞ്ഞ് വെള്ളവും കൊടുത്തു, ചേർത്തും തീയലാക്കി. രാവിലെ എനിക്ക് മൂന്നിപ്പോൾ കുഞ്ഞോളാണെങ്കിൽ കുളിച്ച് എല്ലാം ഒരുങ്ങി ചന്ദനം തയ്ച്ചു കുഞ്ഞോള് കൂട്ടു. ആടെ കാഞ്ഞത്തിൽ തല്ലി തൊട്ട് വെക്കും വേണം ചന്ദനം. 70 നെല്ല് 70 അരി, പിന്നെയോ പിന്നെ നമ്മൾ തേങ്ങാപ്പൂള് പഴം വെല്ലും അത് ഗണപതിക്ക് നോക്കണം. പിന്നെ പൂരക്കഞ്ഞി വിളമ്പണം. കാഞ്ഞത്തിൻ്റെ അരിയിലും രാജിൻ്റെ അരിയിലും കാവൻ്റെ അരി വെച്ചാൽ പൂളണം. കാവനെ കുളിച്ചാൽ എന്നിട്ട് ഈ അരി നെല്ലും തലക്കൂത്ത് 2 മണി വിടണം. കാവനെ കുളിച്ചിട്ടാകുമ്പോൾ കൂട്ടിയിൽ വാരി വെച്ചു വെള്ളം കൊടുത്തു. അരി വെള്ളം കൊടുത്ത് കഴിഞ്ഞിട്ട് നോക്കണം. നേരത്തെ കാലത്തെ വരണേ കാമ ഞങ്ങൾ തറഞ്ഞു പോണേ കാമ കാലങ്ങൾ തറഞ്ഞു പോലെ കാമ. അടുത്ത പിള്ളേർ തൊടി പ്ലാൻ്റെ കീഴിൽ കളിച്ച് മനാലാക്കി ഓരക്കിട്ട് കൊണ്ടു വെച്ചു. സന്ധ്യ കഴിയുമ്പോൾ കാവനേക്കണം. പ്ലാവിൻ്റെ കീഴേ ഇട്ടൂടും, പ്ലാന്റിലേക്ക് അതെ. അങ്ങനെ അത് വലിയ വൃക്ഷമാണ്. അവിടെ കാവനയച്ചു ശരിക്കും